തിരുവനന്തപുരം പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവവും നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ആയുധപൂജയും ആരംഭിച്ചു. പൗർണമി മഹോത്സവത്തിന്റെ 3-ാം ദിനമായ ഇന്ന് നിരവധി പേരാണ് ദർശനം നടത്തുന്നത്. പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിൽ നിന്നും തത്സമയ വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? KP സുരേഷ്, വലിയൊരു ഭക്തജന തിരക്കാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ബാല ത്രിപുര സുന്ദരി ദേവീക്ഷേത്രം. പൗർണമിക്കാവെന്നാണ് പൊതുവെ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. നിരവധി പേർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സരസ്വതി മണ്ഡപത്തിൽ പുസ്തക പൂജ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിലെ ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് ആയുധപൂജ ചടങ്ങുകൾ തുടങ്ങിയത്. ആയുധപൂജ ചടങ്ങുകൾ ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ഈ ഒരു ദിവസം ആയുധങ്ങൾ സമർപ്പിക്കുകയും ഒപ്പം തന്നെ പുസ്തകങ്ങൾ സമർപ്പിക്കുകയും ഒപ്പം തന്നെ വാദ്യോപകരണങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. തീർത്തും ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം കൂടിയാണ്. ഈ ദിവസം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസമായ ഇന്ന് ദർശനത്തിനെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ നിരവധി പേരെത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവത്തിൻ്റെ 3-ാം ദിവസം കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ നിരവധി ഭക്തർ എത്തുന്നതുമുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പോഴും ദർശനം നടത്തുന്നവരുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തായി നിരവധി ഭക്തർ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിൽ നിരവധി കലാപരിപാടികളും പുരോഗമിക്കുന്നുണ്ട്. തീർത്തും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിന് തന്നെയാണ് ക്ഷേത്ര പരിസരം സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ തന്നെ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. നിരവധി കലാപരിപാടികളും അതുപോലെ തന്നെ തിരുവാതിര അടക്കമുള്ള പരിപാടികളുമൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നുണ്ട്. നിരവധി പേർ ഇപ്പോൾ പരിപാടികൾ ദേവിക്ക് മുന്നിലും ഭക്തർക്ക് മുന്നിലും കലാപരിപാടികൾ അവതരിപ്പിച്ച് നിൽക്കുന്ന നിരവധി പേരുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്നത് കുറച്ച് കുട്ടികളാണ്. ഇവിടെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം നിൽക്കുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? കായംകുളം. പരിപാടിയൊക്കെ മനസ്സിൽ കണ്ടതുപോലെ അവതരിപ്പിക്കാൻ പറ്റി. നല്ലോണം പരിപാടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എത്ര പേരാണുള്ളത് നിങ്ങൾ? ഇന്ന് വന്നത് 34 പേര് വന്നിട്ടുണ്ട്. തീർത്തും ഇവിടുന്ന് ഒരു ദുർഗാഷ്ടമി ദിനത്തിൽ ദേവിക്ക് മുമ്പിൽ തന്നെ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. അമ്മയുടെ മുമ്പിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പാടാനും പറ്റി. ശിവാനന്ദ ലഹരി പാരായണം ചെയ്യാനും കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണോ? അല്ല, 3 വർഷം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി പാരായണം ചെയ്തു. ISRO ചെയർമാൻ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് എല്ലാം കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. നിരവധി കുരുന്നുകളും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കലാപരിപാടികൾക്കായിട്ടും അവതരിപ്പിക്കാനായി എത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ കായംകുളത്ത് നിന്ന് എത്തിയവരാണ് ഈ കുരുന്നുകൾ. അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ദേവിയുടെ തിരുസന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നതിൻ്റെ ചാരിതാർത്ഥ്യം കൂടിയാണ് അവർ നമ്മോട് പങ്കുവച്ചത്. സുരേഷ്, മാത്രമല്ല ഈ തുടർന്നുള്ള ദിവസങ്ങളിലും നാളെ മഹാനവമിയാണ്, ഒപ്പം തന്നെ വിജയദശമി ദിവസം കൂടി അടുക്കുകയാണ്. ആ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു ചടങ്ങുകൾക്ക്, വിശേഷാൽ ചടങ്ങുകൾക്ക്, നവരാത്രി കാലത്തെ വിശേഷാൽ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ പൂജകളും ഒപ്പം തന്നെ വിശേഷാൽ വഴിപാടുകളുമൊക്കെ നിരവധി ഭക്തർ അർപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിരവധി ഭക്തരെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. KP സുരേഷ്. പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ നിന്നും MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.